ഇൻഡോർ പ്ലാന്റ് ചെടികൾ ഇഷ്ടമുള്ളവർക്ക് അഗ്ലോണിമ ചെടികളില്ലാതെ ഒരു രക്ഷയുമില്ല അല്ലേ? എല്ലാവർക്കും അഗ്ലോണിമ ഇഷ്ടമാവും. എൻ്റെ കയ്യിലുള്ള ഈ വെറൈറ്റി അഗ്ലോണിമകളെ നോക്കൂ. എല്ലാം ചെറു ചട്ടികളിൽ വീർപ്പ് മുട്ടി നിൽക്കുകയാണ്, വളർച്ച തീരെയില്ലാതെ. ഇന്ന് നമ്മൾ ഇവയെല്ലാം വലിയ ചട്ടികളിലേക്ക് മാറ്റി നല്ല കിടിലൻ മദർ പ്ലാന്റുകളായി വളർത്താൻ പോവുകയാണ്. അതും 100% ഓർഗാനിക്കായിട്ട്. ചട്ടി സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കരിയില രഹസ്യം അറിയാമോ? ചെടി ചീഞ്ഞു പോകാതെ നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്ന ആ ട്രിക്ക് നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. ഇന്ന് ഞാൻ അഗ്ലോണിമ നടുന്നത് തികച്ചും ഓർഗാനിക്കായിട്ടുള്ള രീതിയിലാണ്. അതിനായി കുറച്ച് വലുപ്പമുള്ള ചട്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം അതിലേക്ക് തെർമോളിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. അതിൽ ഡ്രെയിനേജ് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ല പൊതിമടലാണ് ഇടുന്നത്, ചകിരി. അതിന് മേലെ കരിയിലകളാണ് നിറച്ചിട്ടുള്ളത്. ഇതിന് മേലെ കുറച്ച് മണ്ണ് മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മണ്ണ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു കപ്പിന് പാകത്തിന് മണ്ണാണ് കരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ രീതിയിൽ ചട്ടികൾ സെറ്റ് ചെയ്താൽ ചെടികൾക്ക് നല്ല നീർവാഴ്ചയും വളവും ലഭിക്കാൻ ഇത് സഹായിക്കും. കരിയിലകൾ മണ്ണിനടിയിൽ കിടന്ന് ജൈവവളമായി തീരും. അങ്ങനെ ചെടികൾക്ക് നല്ല വളർച്ചയാണ് നമുക്ക് കിട്ടുക. ഇനി ഞാനിപ്പോൾ ഇവിടെ 9 ചെടിച്ചട്ടികൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഓരോ ലെയർ മണ്ണ് കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ചെടിച്ചട്ടി പൂർണ്ണമായി സെറ്റാക്കി എടുക്കുകയാണ്. 3-4 ദിവസത്തിന് ശേഷമാണ് ഞാനിതിൽ ചെടി നടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയാണ് അഗ്ലോണിമ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒരിക്കൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റെയറിൽ വെറൈറ്റികളായിട്ടുള്ള അഗ്ലോണിമ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? ഇത് കണ്ട നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ശരിക്കും ഇത് കാണുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും. ആ രീതിയിലാണ് നമ്മുടെ അഗ്ലോണിമ നിൽക്കുന്നത്. അതായത് ഇത് ചെറിയ വളർച്ചയിലാണ്. കുഞ്ഞു പോട്ടിൽ വെച്ച കാരണം ഇതിന് വേറെ ചെടി തൈകളൊന്നും ഉണ്ടാകുന്നില്ല. ആ രീതിയിലാണ് ഇത് വളർന്നു നിൽക്കുന്നത്. നമ്മൾ ഇൻഡോറായി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചട്ടികളിൽ സെറ്റ് ചെയ്ത കാരണം ഇതിന് അത്യാവശ്യം വളർച്ചയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എല്ലാം നല്ല മദർ പ്ലാന്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് പുറത്തേക്ക് ഔട്ട്ഡോറായിട്ട് നമ്മൾ ഈ അഗ്ലോണിമ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനാണ് ഇത്ര വലിയ ചെടിച്ചട്ടി ഉപയോഗിച്ചത്. ഇനി നമുക്ക് 3-4 ദിവസത്തിന് ശേഷമാണ് അഗ്ലോണിമ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മുടെ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള അഗ്ലോണിമകളിൽ നിന്നും ഞാൻ കട്ട് ചെയ്തെടുത്ത പ്ലാന്റുകളാണ് ഞാൻ നടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് കമ്പി കൊണ്ട് ഇതിൽ പൊത്തുണ്ടാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മൾ അടിയിൽ കരിയിലിട്ടത് കൊണ്ട് ചെടി ശരിക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ഇരുമ്പ് കമ്പി വെച്ചിട്ട് ചെറിയ പൊത്തുകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് ഞാൻ ചെടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഗ്ലോണിമ പെട്ടെന്ന് വേര് പിടിക്കുന്നത് കാരണം നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. എല്ലാവർക്കും അഗ്ലോണിമ നല്ല ഇഷ്ടമാണല്ലേ? എൻ്റെ കയ്യിൽ 9 വെറൈറ്റികളാണ് ഉള്ളത്. ഞാൻ അകത്ത് വെച്ചിട്ടുള്ളത് 9 തരം വെറൈറ്റികളാണ്. അതിൽ ഒരെണ്ണം മാത്രം ഞാൻ ഇതിൽ നടുന്നില്ല. അതൊരു കുഞ്ഞ് പ്ലാന്റാണ്. അത് ഇതിങ്ങനെ ഹൈറ്റ് വെക്കാത്തൊരു തരം അഗ്ലോണിമയാണ് കേട്ടോ. അത് ഞാൻ ഇതിൽ നടുന്നില്ല. ബാക്കി എല്ലാത്തിനെയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 8 എണ്ണമാണ് ഞാൻ ഈ ഇൻഡോറിൽ നിന്നും എടുത്ത് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ഇവിടെ പുറത്ത് നിൽക്കുന്ന അഗ്ലോണിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ചെടിയാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്യണത്. അത് ഇച്ചിരി വിഷാംശം കലർന്നൊരു ചെടിയാണ്. അത് നമ്മൾ ഇൻഡോറായിട്ട് ഉപയോഗിക്കാറില്ല, ഔട്ട്ഡോറിലാണ് വെക്കുക. മൃഗങ്ങളൊന്നും കടിക്കാതെ വേണം ഈ ചെടി നോക്കാൻ. എൻ്റെ വിചാരം ഇത് അഗ്ലോണിമ എന്നാണ്. പക്ഷേ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട ചെടിയാണെന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതും അഗ്ലോണിമ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിനെയും കട്ട് ചെയ്തെടുത്തത്. അതിനും ഇതിൻ്റെ ബാക്കിയുള്ള പീസിൽ ബാക്കിയുള്ള പ്ലാന്റിൽ ഇനിയും പിന്നെ ചെടികൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ ഈ അഗ്ലോണിമയുടെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സിറ്റ് ഔട്ടിലല്ല, പുറത്ത് മുൻവശത്ത് ആണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ള. ഒരു കോർണറിലായിട്ട് സിറ്റ് ഔട്ടിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്, കാർ ഷെഡിനോട് ചേർന്നിട്ട്. ഇവിടെ വെയിൽ തട്ടാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നട്ട വഴിക്ക് ഈ തണലത്ത് നമുക്കിതിനെ വെക്കാം. ഇത് ഏകദേശം പിടിച്ച് വന്നു കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് ശേഷം നമ്മളിതിനെ വെയിലത്ത് വെക്കുകയും ചെയ്യാം. നല്ല നേരിട്ടിട്ടുള്ള വെയിലൊന്നും ഇതിനാവശ്യമില്ല. പിന്നെ ഇതുപോലെ നല്ല ഭംഗിയിൽ ഇതുപോലെ നനച്ചു കൊടുത്താൽ നല്ല ഭംഗിയിലുള്ള ഇലകളായിട്ട് വളരുകയും ചെയ്യും. അഗ്ലോണിമകൾക്ക് അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. ഇതിൻ്റെ ചെടികളുടെ ഇലകളിന്മേലും വെള്ളം നനഞ്ഞാലും യാതൊരു കുഴപ്പവും പറ്റില്ല. പിന്നെ നല്ല വെയിലത്ത് വെച്ചിട്ട് വെക്കാതിരിക്കുക. ചെറുതായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയിലാണ് അഗ്ലോണിമ സെറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ അഗ്ലോണിമയുടെ വിശേഷം ഇത്രയൊക്കെയാണ്. പിന്നെ ഇവിടെ സിങ്കോടി ഉണ്ട്, പീസ് ലില്ലി ഉണ്ട്, അതൊക്കെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ നനച്ചു കൊടുത്തത് ബോർവെല്ലിൻ്റെ വെള്ളത്തിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്ഥലത്ത് ഉപ്പുവെള്ളമാണ് ബോർവെല്ലായിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ ചെടി നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സെറ്റിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല ഭംഗിയുള്ള ഈ ചെടി